കാലിന് ചെറിയ നീരുണ്ട്. നാളെ ചിലപ്പോൾ കുറയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നാളെ പോയി കാണുമ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണം. ഉണ്ട്, എത്രയാണ് നീരുണ്ട്, കുറവാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഡോക്ടർ പുതിയ മരുന്നുകളൊക്കെ ചിലപ്പോൾ നിർദ്ദേശിക്കുമായിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഷുഗറിൻ്റെ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടുണ്ടായിരുന്ന ഒരുപാട് ഡാമേജുകൾ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. പല രോഗങ്ങൾ അതിൻ്റെ പേരിൽ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ആരോടൊന്നും പറയുന്നൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്താണെങ്കിലും കൂട്ടുകാർക്കൊന്നും അത് മനസ്സിലാകത്ത പോലും ഇല്ലായിരുന്നു. പെട്ടെന്നിങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴാണ് അത് ഒരു ഇഷ്യൂ ആയി മാറിയത്. അപ്പോൾ നിങ്ങൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കയറി കാണുക. ആ അറിവുകളൊക്കെ മനസ്സിലെപ്പോഴും സൂക്ഷിച്ച് വെക്കുക. കാരണം നമ്മുടെ കൺമുന്നിൽ പെട്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ അവിചാരിതമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് അബോധാവസ്ഥയിലായിട്ട് വീഴുന്നത്. ഇത് പലർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. പലരും വിചാരിക്കുന്നത് എൻ്റെ മുന്നിലേക്ക് വന്ന് വീഴുന്ന ആളെ, അല്ലെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരാളെ അത് ഇന്നതായിരിക്കാം എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് എന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷേ അങ്ങനെയൊന്നും ആ ഒരു ചിന്തയൊന്നും നമുക്ക് ആ ഒരു ടൈമിലൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അവിചാരിതമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. ആ സംഭവിക്കുമ്പോൾ നമ്മുടെ മുൻവിധികളൊന്നും ആ ഒരു മുൻപിൽ വന്ന് വീണിരിക്കുന്ന നമ്മുടെ സഹോദരനാവാം, നമ്മുടെ ബന്ധുക്കളാവാം, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരാകാം, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാവാം. അപ്പോൾ അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള അറിവുകൾ കിട്ടണമെങ്കിൽ നമ്മളിത്തരം വീഡിയോകൾ കാണണം. നമ്മുടെ അനുഭവത്തിലൂടെയാണിത് പറയുന്നത്. പലരും എൻ്റെ വീഡിയോ ചിലപ്പോൾ കണ്ടപ്പോൾ ഓർത്ത് കാണും, ഇവനെന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന്. ഡോക്ടർമാർക്കല്ല ഇത്ര ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഡോക്ടർമാർക്ക് പറയാൻ സാധിക്കും. അവർ പറയുക എന്ന് പറയുന്നത് അവരുടെ പഠിച്ച അറിവിലൂടെയാണ് ഒരറിവ് പറഞ്ഞു തരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് ഏത് മനുഷ്യനോടും സംസാരിക്കാൻ സാധിക്കും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതനുഭവിച്ചെന്ന് പറയുമ്പോൾ ഞാൻ കള്ളടിക്കുന്നില്ല, മറ്റലുക്കുലുത്തുകളൊന്നും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഇതുണ്ടായപ്പോൾ അതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ 2-3 മാസമായിട്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ കിട്ടിയ കുറേ അറിവുകളാണ് കൂട്ടുകാരുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതൊക്കെ സമയം കിട്ടുമ്പോൾ കാണാൻ ശ്രമിക്കുക. അതിലൂടെ പറഞ്ഞിരിക്കുന്ന അറിവുകളൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്ന് തയ്യാറാക്കി നിർത്തുക. കാരണം ഏത് സമയത്താണ് നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് വീഴുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ താഴെ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ നല്ലവരായ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ എന്നെ ഇത് ഹാർട്ട് അറ്റാക്കാണെന്ന് പറഞ്ഞ് ആ ഒരു തിരിച്ചറിവിലേക്ക് വന്ന് അതിന് വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ തന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഇന്നെനിക്ക് കൂട്ടുകാരോട് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോകൾ കാണുക, ഈ അറിവുകളൊക്കെ മനസ്സിലേക്ക് പകർന്നു വെക്കുക. ഇത് ഏതെങ്കിലും സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. ഇത് ഏത് സമയത്തും ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അവജ്ഞയോടെ തള്ളിക്കളയാതിരിക്കുക. അത് കാണുക. കണ്ട അറിവുകൾ നല്ലതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഇപ്പം നാളെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഡോക്ടർ പറയും. അതനുസരിച്ച് ജീവിതം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ വളരെ ക്ലിയറായിട്ട് വരുന്നുണ്ട്. പക്ഷേ ചില അവസരത്തിൽ സൗണ്ട് അങ്ങ് തീരെ ഇല്ലാതെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അധികമില്ല. ഷുഗറിൻ്റെ വലിയ ശല്യമൊന്നും ഇപ്പോൾ ഇല്ലാതെ ആയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോയ്ക്കകത്ത് 2 മാസമായിട്ട് ഇൻസുലിൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഗുളിക ഒരു പകുതി മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് 2 നേരം കഴിക്കുന്നില്ല, 1 നേരം മാത്രം. ഷുഗറിൻ്റെ. അപ്പം അത്ര എനിക്ക് ഈ കുറവ് വന്നിട്ടുണ്ട്. ഈ ഇൻസുലിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ആ ഒരു ശല്യം. അപ്പം
ഇപ്പം ഞാനെൻ്റെ വീട്ടിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കൂട്ടുകാർക്ക്. വീണ്ടും നല്ലൊരു വീഡിയോയും അറിവുകളും ഒക്കെ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പോവുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു.